നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 3 പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ താര ജോഡികളായിരുന്നു ഫിറോസ് ഖാനും സജനയും. ദമ്പതികളായ ഇരുവരും വൈൽഡ് കാർഡ് എൻട്രിയായാണ് ഷോയിലെത്തിയത്. ബിഗ് ബോസ് ഷോ കഴിഞ്ഞ 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇരുവരും വിവാഹമോചനം പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജനയുടെയും ഫിറോസിന്റെയും വിവാഹമോചനവും അതിന്റെ കാരണങ്ങളും ഒക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. സജനയ്ക്കെതിരെ ഫിറോസ് നടത്തിയ ആരോപണങ്ങളും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഇപ്പോഴിതാ സജന നൂർ പങ്കിട്ട പുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. താൻ 2.5 മാസം ഗർഭിണിയാണെന്ന സന്തോഷമാണ് പുതിയ പോസ്റ്റിലൂടെ സജന പങ്കുവച്ചത്. ബേബി ബംപിന്റെയും പങ്കാളിയായ റസൂൽ പൂക്കുട്ടിയുടെയും ചിത്രങ്ങൾ അടങ്ങിയ കൊളാഷ് പങ്കുവച്ചുകൊണ്ടാണ് താൻ 3ാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണെന്ന സന്തോഷം സജന നൂർ തന്റെ ആരാധകരെ അറിയിച്ചത്. മാഷാ അല്ലാ എന്നായിരുന്നു പോസ്റ്റിന് നൽകിയ ക്യാപ്ഷൻ. റസൂൽ പൂക്കുട്ടിക്കൊപ്പമുള്ള സജനയുടെ സെൽഫിയും പോസ്റ്റിൽ കാണാം. താൻ ഗർഭിണിയാണെന്ന് കുറച്ചാഴ്ചകൾക്ക് മുൻപ് സജന വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ആദ്യമായാണ് ബേബി ബംപിന്റെ ഫോട്ടോ പങ്കിടുന്നത്. നടിയുടെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ റസൂലുമായുള്ള സജനയുടെ വിവാഹം കഴിഞ്ഞുവോ എന്ന സംശയമാണ് ആരാധകർക്ക്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, കേൾക്കാൻ തന്നെ മധുരമാണ്, ഗർഭകാലവും മാതൃത്വവും ആസ്വദിക്കൂ എന്നാണ് ചിലർ കുറിച്ച കമന്റുകൾ. മറ്റു ചിലർ സജനയെ പരിഹസിച്ചുമെത്തി. റസൂലുമായുള്ള സജനയുടെ റിലേഷനെ മോശമായി ചിത്രീകരിച്ചുള്ള കമന്റുകളും ചിലർ കുറിച്ചു. അത്തരക്കാർക്ക് മറുപടി നൽകിയത് നടിയുടെ ആരാധകരാണ്. നിനക്ക് സമാധാനം കിട്ടുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ ജീവിക്കുക. അർഹതയില്ലാത്ത ഒരാളും പറയുന്നത് മൈൻഡ് ചെയ്യണ്ട. നിന്റെ ജീവിതമാണ്, നിനക്ക് ഈ ലോകത്തിൽ നിന്നെ അല്ലാതെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയാണ് സജനയെ പിന്തുണച്ചവർ കുറിച്ചത്. നടനും അവതാരകനുമായ ഫിറോസ് ഖാനുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് റസൂൽ പൂക്കുട്ടി സജനയുടെ ജീവിതത്തിൽ എത്തുന്നത്. ഫിറോസുമായി ഏറെ നാളുകളായി സജന വേർപിരിഞ്ഞ് കഴിയുകയാണ്. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. എന്നാൽ ഫിറോസിനൊപ്പം പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമല്ല ലഭിച്ചതെന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും താൻ സഹിച്ചുവെന്നും അടുത്തിടെ സജന തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഫിറോസ് ഖാനെതിരെ ശാരീരികവും സാമ്പത്തികവും ലൈംഗികവുമായ അതീവ ഗുരുതര ആരോപണങ്ങളാണ് സജന ഉന്നയിച്ചത്. സാമ്പത്തികമായി തന്നെ തകർക്കുകയും തന്റെ പേരിലുള്ള വസ്തുവകകൾ തട്ടിയെടുക്കാൻ ഫിറോസ് ഖാൻ ശ്രമിച്ചുവെന്ന് സജന ആരോപിച്ചിരുന്നു. തന്നെയോ തന്റെ മക്കളെയോ കൊല്ലാൻ പോലും മടിക്കാത്ത ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്നും സജന ആരോപിച്ചിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം എനിക്കുള്ള 5 സെന്റ് സ്ഥലവും വീടുമാണ്. ആ വസ്തു അവന്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ എനിക്ക് വിവാഹമോചനം തരാമെന്നാണ് പറയുന്നത്. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുണ്ട്. താൻ മാത്രമല്ല ഫിറോസിന്റെ ആദ്യ ഭാര്യയും സമാനമായ ക്രൂരതകൾക്ക് ഇരയായിരുന്നു എന്നും സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുകാരിയെ പോലും അയാൾ പീഡിപ്പിച്ചു എന്നുമാണ് സജന വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. സാമ്പത്തികമായി തന്നെ തകർക്കുകയും തന്റെ പേരിലുള്ള വസ്തുവകകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഫിറോസ് ഖാൻ തന്നെയോ തന്റെ മക്കളെയോ കൊല്ലാൻ പോലും മടിക്കാത്ത ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്നും സജന ആരോപിച്ചു. ലഹരി ഉപയോഗം, വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ ചതിക്കൽ, ആദ്യ ഭാര്യയുടെ പണവും സ്വർണവും തട്ടിയെടുക്കൽ തുടങ്ങി നീണ്ട ആരോപണങ്ങളുടെ പട്ടികയാണ് സജന മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയത്. തന്റെ മക്കളുടെ ഭാവിക്കും അന്തസ്സിനും വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ മാധ്യമങ്ങൾക്കൊപ്പം നീതിപീഠവും കൂടെ ഉണ്ടാകണമെന്നും സജന അഭ്യർത്ഥിച്ചിരുന്നു. ഫിറോസ് ഖാനുമായുള്ള ദാമ്പത്യം പിരിയാൻ കാരണം മറ്റൊരാളുമായുള്ള ബന്ധമാണെന്ന ആരോപണങ്ങളിൽ സജന വിശദീകരണം നൽകിയിരുന്നു. 3ാമതൊരാൾ വന്നിട്ടില്ല, തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും സജന വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബന്ധം തകർന്നതിന് പിന്നിൽ 3ാമതൊരാളാണെന്ന് പരോക്ഷ സൂചന നൽകുന്ന വീഡിയോ പിന്നാലെ ഫിറോസ് ഖാൻ പങ്കുവച്ചു. തരം താഴാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത് എന്ന് ഫിറോസ് ഖാൻ വീഡിയോയിൽ പറഞ്ഞു. ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറെ പേരുമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു മറുപടി ഞാനല്ലാതെ വേറെ ആരും നൽകാനില്ല. ഞാനും ഫിറോസിക്കയും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിരുന്നു. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് വൈറലായി. എന്റെയും ഫിറോസിക്കയുടെയും ജീവിതം തകരാൻ കാരണം ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തു മോശമാണിത്, വീഡിയോയിൽ സജന ചോദിച്ചു. എനിക്കും ഫിറോസിക്കയ്ക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ മറ്റുള്ളവർക്ക്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് 3ാമതൊരാൾ വന്നിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നു. പല വ്യക്തിപരമായ കാര്യങ്ങളും കാണും. പരസ്പര ധാരണയോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇനി ഞാനൊരാളെ വിവാഹം ചെയ്താലും നിങ്ങൾ പറയുമല്ലോ അയാൾ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. എന്ത് മോശമാണിത്. ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കി ഞങ്ങൾ പിരിയാൻ കാരണം ഇന്നയാൾ കാരണമാണ് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഞാനും അയാളുമായി സ്നേഹത്തിലാണെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്നോ അങ്ങനെ പലതും പറഞ്ഞോളൂ. അതെനിക്കൊരു പ്രശ്നമേ അല്ല. അത് ആരുമായിട്ടായാലും. പക്ഷെ ആ പുള്ളി കാരണമാണ്
ഞങ്ങൾ വേർപിരിഞ്ഞതെന്ന് പറയുന്നത് വളരെ മോശമാണെന്നും സജ്ജന വ്യക്തമാക്കി. എത്രയോ ആളുകളുമായി ഫിറോസിക വീഡിയോ ചെയ്യുന്നുണ്ട്. നാളെ അവരുമായി ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ബന്ധം തകരാൻ കാരണം അവരായിരിക്കുമോ? ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി ജീവിക്കുന്ന ആളുകളാണ്. എന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇനി ഫിറോസിക്കയുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നാലോ എന്റെ ലൈഫിൽ ഒരു ആണ് വന്നാലോ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ഞങ്ങൾ നല്ല ഹാപ്പിയായി പിരിഞ്ഞതാണ്. ഇപ്പോഴും സംസാരിക്കാറുണ്ട്. മകന്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്. ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞ് ഇതിനിടയിലുണ്ട്. മൂന്നാമതൊരാൾ ഉണ്ടായിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ഞങ്ങളത് വ്യക്തമായി പല വേദിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സജ്ജന വ്യക്തമാക്കി. പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം എനിക്കുള്ള 5 സെന്റ് സ്ഥലവും വീടുമാണ്. ആ വസ്തു അവന്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ എനിക്ക് വിവാഹമോചനം തരാമെന്നാണ് പറയുന്നത്. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ തരാൻ പറ്റില്ല. ആ വീടിപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. എൻ്റെ പേരിൽ ആ വീടിന് 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടക്കുകയാണ്. കൂടാതെ ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ തലയിലാക്കി. അവന് ഞാൻ ഗിഫ്റ്റായി കൊടുത്ത ബുള്ളറ്റിന്റെ തിരിച്ചടവും എൻ്റെ തലയിലായി. എൻ്റെ സിബിൽ സ്കോർ പോയി. ഇപ്പോൾ എനിക്ക് ഒരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ സഹിച്ച് ഇവിടെ വരെ എത്തി. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ഞാനാണ്. എൻ്റെ മോൻ ഇന്നലെ ഇവനെ വിളിച്ചു പറഞ്ഞു, പപ്പ ഉമ്മയുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഒന്നും ഇടല്ലേ. ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പപ്പയോട് മിണ്ടില്ല. പപ്പയെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ ഇട്ടത് എന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനെ എല്ലാവരും കൂടി കളിയാക്കുകയാണ്. എന്നിട്ടും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിക്കുന്നു. അത് ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിന് മുന്നിൽ പോകില്ലായിരുന്നു. ഇയാളുടെ ആദ്യ ഭാര്യയും അയാൾ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പേടിയാണ്. കാരണം അവരുടെ ഫാമിലി അത്രയും റെപ്യൂട്ടഡ് ആണ്. 150 പവനിലധികം അവർക്ക് നഷ്ടമായിട്ടും അവർ സഹിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കിടന്ന് പീഡനം അനുഭവിക്കുകയാണ്. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും മോശക്കാരികൾ, വേശ്യകൾ, തെണ്ടികൾ. പക്ഷേ ഈ ഞങ്ങൾ തന്നെയല്ലേ കഷ്ടപ്പെട്ട് 2 കുഞ്ഞുങ്ങളെ നോക്കുന്നത്. സഹികെട്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ തരാൻ പറ്റില്ല. ആ വീടിപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. എൻ്റെ പേരിൽ ആ വീടിന് 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടക്കുകയാണെന്നും സജ്ജന പറഞ്ഞു. എൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ഞാനാണ് എന്നാണ് സജ്ജന ഫിറോസിനെ കുറിച്ച് വെളിപ്പെടുത്തി പറഞ്ഞത്. എന്നെ വിവാഹം ചെയ്ത ശേഷം പല സ്ത്രീകളുമായും ഫിറോസ് ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നും സജ്ജന പറഞ്ഞിരുന്നു. ആദ്യ വിവാഹത്തിലും ഫിറോസുമായുള്ള വിവാഹത്തിലും 2 മക്കൾ സജ്ജനയ്ക്കുണ്ട്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.